ഇന്നിപ്പോൾ ഡേ 1 ആണ്. ഡേ 1 നമ്മൾ ഡൽഹിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 3:30 ആയിട്ടുണ്ട്. 6:30ക്കാണ് ഫ്ലൈറ്റ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പോൾ ലഗേജൊക്കെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ എയർപോർട്ടിലോട്ട് പോവാം. ആൾക്കാരൊക്കെ ഫുള്ളായതുകൊണ്ട് നേരത്തെ തന്നെ ഫ്ലൈറ്റ് എടുത്തു. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൺറൈസ് വ്യൂ ഒക്കെ കിട്ടി. ഇവിടെ എയർപോർട്ടിലൊക്കെ എത്തുമ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മുടെ കസിൻ ബ്രോ അശ്വന്ത് ഇവിടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ക്യാബിന് പോകണം അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. റിപ്പബ്ലിക് ഡേ കഴിഞ്ഞുള്ള ദിവസമായതിനാൽ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ദില്ലിയിലെ ലാജ്പത് നഗറിലാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കസിന് റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. ഇതാണ് അവരുടെ റൂമിലോട്ട് പോകുന്ന വഴി. ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫാമിലീസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിൽ കയറിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇത് നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. വന്ന ദിവസം തന്നെ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ മാക്സിമം ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ആനന്ദ ഭവനിൽ നിന്ന് വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത്. ഇവിടെ എന്തോ എലക്ഷൻ നടക്കുന്നതുകൊണ്ട് എല്ലാ വീടുകളിലും കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഡൽഹി ധാബയാണ്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ നമ്മൾ ഉച്ചക്ക് ഇവിടെ അടുത്തുള്ള ഒരു ധാബയിൽ നിന്ന് വാങ്ങിയതാണ്. ഡൽഹി സ്പെഷ്യൽ സാധനമാണ്. ഒരു പനീറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള, നമ്മൾ നാട്ടിൽ നിന്നും കിട്ടാത്ത ടൈപ്പ് കറിയാണ്. നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ മൂപ്പർ ഒരു റൊട്ടി ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ കനലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. इसका नाम क्या है? സുലു ധാബ. എന്തോ സുലു റാബ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇങ്ങനെ നമ്മളൊരു കസിന് ടുട്ടു വന്നിട്ടുണ്ട്. ടുട്ടു ഇവിടെ ഡൽഹിയിൽ ഭയങ്കര ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബെൻസിൻ്റെ എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാം. ഇവിടെ എന്തോ വർക്ക്ഷോപ്പിലാണ് പണിയെന്നല്ല പറയുന്നുണ്ടേ. എഴുതിയിട്ടുണ്ട് ബെൻസ് എഴുതിയ കൊണ്ട് നമ്മൾ വിശ്വസിച്ച്. ഇവിടെ അടുത്ത് തന്നെ മജ്നൂക്ക ടിബറ്റൻ കോളനി ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നമുക്ക് പക്ക ഒരു ടിബറ്റൻ കോളനി പോയ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. ഇവിടെ ഒരു ടിബറ്റിൻ്റെ ബുദ്ധയുടെ ആ ഒരു ടെമ്പിളും കൂടി. 4 മണിയായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 6:30ക്കാണ് മണാലിയിലോട്ടുള്ള ബസ്. അപ്പോൾ 6:30ക്ക് പോയാൽ രാവിലെ നമ്മളൊരു 9:30 ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ ഇന്ന് ഓൾറെഡി 3 സ്റ്റേറ്റ്സ് കവർ ചെയ്ത്, കേരള, അതുപോലെ ഡൽഹി, അതുപോലെ ഇന്ന് നൈറ്റ് ഹിമാചൽ പ്രദേശും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ഡേ 2.